ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ഗവിയിലാണ്. ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്ത് നമ്മളിപ്പോ പെരിയാർ ടൈഗർ റിസർവിലാണ്. ഓർഡിനറി എന്ന ഒറ്റ സിനിമ കൊണ്ട് വളരെയധികം പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഗവി. ഇവിടേക്കുള്ള യാത്ര മിനിമം ഒരാഴ്ച എന്നെങ്കിലും മുൻപ് ബുക്ക് ചെയ്യണം. യാത്ര തുടങ്ങുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് ഇടുക്കിയിലെ വള്ളക്കടവ് എന്ന ചെക്ക് പോസ്റ്റിൽ ആണ്. ഈ യാത്രയിൽ ഒരുപാട് വാഹനം നമുക്ക് കാണാൻ കഴിയില്ല. തികച്ചും വനപാതയിലൂടെ ആണ് ഇത് കടന്നു പോകുന്നത്. ഈ ഓർഡിനറി സിനിമയിലെ പോലീസ് സ്റ്റേഷനാണിത്. ഓക്കെ, ഇത് ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്. അന്നെന്ത് മാറ്റങ്ങൾ വരുത്തിയിരുന്നോ? ഇല്ല, അന്നും ഇതേപോലെ ഇന്നും ഇതേപോലെ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനായിട്ടില്ല. പിന്നെ അവര് ഈ ബോർഡ് മാറ്റി പോലീസ് സ്റ്റേഷനൊക്കെ ആക്കി ഈ തൂക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഇവിടെ ഒരു 4-5 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഈ ബോർഡ് മാറ്റി പോലീസ് സ്റ്റേഷനാക്കി. ഇതാണ് സംഭവം. നമ്മൾ പോകുന്ന ഈ ബസ്സാണിത്. ഈ ബസ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് യാത്ര ചെയ്യുന്നത്. ഇത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. കൂടാതെ നമുക്ക് പല വിധത്തിലുള്ള മൃഗങ്ങളെയും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു നാച്ചുറാലിറ്റിയാണ്. നമ്മൾ വേറൊരു ലെവലിലാണ് ഇവിടെ എത്തുമ്പോൾ. ഇവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ. ഗവിൻ്റെ ഒരു വേറൊരു ലെവലാണ് ഇവിടെ എത്തുമ്പോൾ. നമ്മൾ ഈ പോകുന്ന സമയത്ത് നോർമൽ കാലാവസ്ഥയാണ്. ഇവിടെ വരാനുള്ള മറ്റൊരു ഓപ്ഷൻ പത്തനംതിട്ടയിൽ നിന്നും KSRTC വഴി യാത്ര ചെയ്യാം. തിരക്ക് പിടിച്ച ജീവിതത്തിനൊടുവിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ഗവി തന്നെയാണ്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു സ്ഥലം. അത് ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു സർവീസാണ് അവരിൽ നിന്ന് നമുക്കൊക്കെ കിട്ടുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഗവി ഡാമിൻ്റെ അടുത്തേക്കാണ്. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര കഴിഞ്ഞാൽ കുന്നിൻ സൈഡിലൂടെയാണ് യാത്ര. ഇതൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മാത്രമല്ല കാലാവസ്ഥ വളരെ സ്യൂട്ടബിളായിട്ടുള്ളത് സമയമാണ്. പിന്നെ നമുക്ക് മൃഗങ്ങളെ കാണാം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സമയം മാതിരി ഇരിക്കും. ഇത് ഗവി ഡാം. ഗവി ഡാമിന് മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടേക്ക് എത്തുമ്പോൾ നല്ലൊരു എനർജിയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. ഏതായാലും ഗവിയെപ്പറ്റി കുറേ അധികം പറയാനുണ്ട്. ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഓക്കെ, താങ്ക് യു.